ഒരു സമചതുരത്തിൻ്റെ ഓരോ വശവും 10% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൻ്റെ വർധനവെത്ര? ഇവിടെ ഒരു സമചതുരത്തിൻ്റെ ഓരോ വശവും 10% വീതം കൂട്ടിയാൽ പരപ്പളവ് എത്ര ശതമാനം, പരപ്പളവ് അഥവാ ഏരിയ എത്ര ശതമാനം കൂട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ഉദാഹരണം എടുത്ത് ചെയ്യുന്നതാണ് സൗകര്യം. അപ്പോൾ ആദ്യം സമചതുരത്തിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുക. 10 സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ ഒരു വശത്തിൻ്റെ സ്ക്വയറാണ്, അതായത് a=a² എന്ന് വരും. അതായത് 10ൻ്റെ സ്ക്വയർ സമം 100 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇനി നമുക്ക് ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 10% വീതം വർദ്ധിപ്പിക്കാം. ഓർക്കുക, 10% എന്ന് പറഞ്ഞാൽ 10ൽ1 ഭാഗമാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 10 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ 10ൽ1 ഭാഗം എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ പുതിയതായിട്ട് ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 10 + 1 11 സെൻറ്റിമീറ്ററാണ്. 11 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര വരും? 11ൻ്റെ സ്ക്വയർ, അതായത് 121 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ ആദ്യം 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു, ഇപ്പോൾ അത് 121 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി. വർധനവ് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. വർധനവിൻ്റെ ശതമാനം കാണാൻ ആദ്യം ഉണ്ടായിരുന്ന പരപ്പളവിൻ്റെ എത്ര ശതമാനമാണ് 21 എന്ന് കാണണം. അതായത് 100ൻ്റെ എത്ര ശതമാനമാണ് 21? 21% ഉത്തരം. അപ്പോൾ 100ൽ 21 × 100 അതിൻ്റെ ക്രിയ. 100ഉം 100ഉം ക്യാൻസലായിട്ട് 21% എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ സി, 21%. 3/2 + 1 = 27 ആയാൽ എമ്മിൻ്റെ വില എത്ര? ഇവിടെ 3/2 + 1 = 27 നൽകിയിട്ടുണ്ട്. ഇവിടെ 3ൻ്റെ പവറായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 27നെയും കൂടെ 3ൻ്റെ പവറായിട്ട് എഴുതാം. 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബാണ്, അതായത് 3/3 ആണ്. അപ്പോൾ 3/2 + 1 = 3/3 എന്ന് വരും. ഇവിടെ രണ്ടിടത്തും ബേസ് 3 ആണ്. അപ്പോൾ പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് 2 + 1 = 3 എന്ന് വരും. 2 + 1 3 ആണെങ്കിൽ 2 എത്ര വരും? 3 - 1, അതായത് 2 എന്ന് വരും. 2 2 ആണെങ്കിൽ എം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ, 1. 16 ആളുകൾ 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. ഈ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര ആളുകൾ കൂടുതലായി വേണം? ഇവിടെ 16 ആളുകൾ 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും എന്ന് നൽകിയിരിക്കുന്നു. ഈ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര ആളുകൾ കൂടുതലായി വേണം എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, പതിനാറ് ആളുകൾക്ക് ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം വേണം. ഇനി 8 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ ആകെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ 8 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ ആകെ n ആളുകൾ വർക്ക് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ആളുകളുടെ എണ്ണവും അവർക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഗുണനഫലം തുല്യമായിരിക്കും. അതായത് 16 × 12 n × 8 തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് n × 8 = 16 × 12 ആണ്. ആളുകളുടെ എണ്ണവും അവർക്ക് ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഗുണനഫലം എപ്പോഴും തുല്യമായിരിക്കും ഓർക്കുക. ഇവിടുന്ന് n കിട്ടാനായിട്ട് ഈ 8നെ മറുസൈഡിൽ കൊണ്ടുവന്നാൽ മതി. അതായത് 16 × 12/8 എന്ന് വരും. 16നെ 8 കൊണ്ട് ഹരിക്കാം, അപ്പോൾ 2 എന്ന് കിട്ടും. 2 × 12 24. അപ്പോൾ 24 ആളുകൾ 8 ദിവസം വർക്ക് ചെയ്താൽ ജോലി പൂർത്തിയാകും. ഇനി എത്ര ആളുകൾ കൂടുതലായി വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ എണ്ണം 16 ആണ്. ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട ആളുകളുടെ എണ്ണം 24. അപ്പോൾ കൂടുതലായിട്ട് വേണ്ട ആളുകളുടെ എണ്ണം 8 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 8. 6000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശ ഉണ്ട്. ഇവിടെ 6000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഒരു വർഷത്തെ പലിശ കണ്ടുപിടിക്കാം. ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 6000ൻ്റെ 10%. അതായത് 6000 × 100ൽ 10 കണ്ടാൽ മതി. അത് 6000ൻ്റെ 10ൽ1 ഭാഗത്തിന് തുല്യമായിരിക്കും. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം, 600 എന്ന് വരും. ഇനി ഇതൊരു വർഷത്തെ പലിശ. ഒരു മാസത്തെ പലിശ കാണാൻ 600നെ മാസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക, അതായത് 12 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 50 എന്ന് കിട്ടും. 50 രൂപയാണ് ഒരു മാസത്തെ പലിശ. ശരി ഉത്തരം ഓപ്ഷൻ എ, 50 രൂപ. a² + b² = 34 ab = 15 ആയാൽ a + b എത്ര? അപ്പോൾ ഇവിടെ a² + b² നൽകിയിട്ടുണ്ട്, ab നൽകിയിട്ടുണ്ട്. നമുക്ക് a + b കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി അഥവാ സർവ്വസമവാക്യം നമുക്കുണ്ട്.
അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇതുപയോഗിച്ച് നമുക്ക് ആദ്യം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം 34 2ab നമുക്ക് കണ്ടുപിടിക്കാം. പ്ലസ് 2 ഇൻറ്റു എ ബിയുടെ വാല്യൂ 15. അപ്പോൾ 34 2 ഗുണം 15 30 64 എന്ന് കിട്ടും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ 64 ആണെങ്കിൽ എ പ്ലസ് ബി എത്ര വരും? 64ൻ്റെ സ്ക്വയർ റൂട്ട്. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 8.